റെട്രോ. സൂര്യ ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് അത്രേ ഉള്ളൂ. നമുക്കൊരു ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് വിക്രം ഫാൻസ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കേട്ടോ. എന്തു തന്നെ ആയാലും കേരളത്തില് വിജയ് ഫാൻസും അതുപോലെ തന്നെ അജിത് ഫാൻസ് ആയാലും തമിഴ് സിനിമകളെ എന്തായാലും കേരളം അങ്ങനെ തഴയത്തില്ല എന്നുള്ളത് തമിഴ് സിനിമയ്ക്കും അറിയാം, സ്വയമേ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. തമിഴ് സിനിമകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ റിലീസ് ആവുന്ന സിനിമയ്ക്ക് പോയി കാണുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മൾ. എന്തു തന്നെ ആയാലും വലിയ ഒരു ട്രെയിലർ വലിയ രീതിയിലാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് നെഹ്റു സ്റ്റേഡിയത്തിൽ താരസമ്പന്നമായ ചടങ്ങിലാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. സൂര്യയുടെ ശക്തമായ തിരിച്ചുവരവ് വരുമെന്നാണ്. അതായത് നമുക്ക് അറിയാം, കഴിഞ്ഞ 2-3 സിനിമകളൊക്കെ ഏകദേശം ഒരു ആവറേജ് പോലും ആകാതെ പോയ പടങ്ങളുണ്ട്. എങ്കിലും ഈ സിനിമ വളരെ അധികം പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് മലയാളവുമായിട്ട് നല്ല രീതി ബന്ധമുണ്ടെന്നാണ്. ബന്ധത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് മലയാളം മിക്സ്ഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ജയറാമുണ്ട്, ജോജു, അതുപോലെ തന്നെ സുജിത് ശങ്കർ, സ്വാസിക എന്നിവരുടെ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സിനിമയാണെന്നാണ് നിലവിൽ ഇപ്പൊ അറിയാൻ കഴിയുന്നത്. എന്നാലും നമുക്ക് ആ ട്രെയിലർ ഒന്ന് കാണാം. ഓക്കെ, വെൽക്കം വെൽക്കം വെൽക്കം. 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. സുജിത് ശങ്കറിനെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ പേര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ട്രെയിലറിൽ തന്നെ സ്റ്റാർട്ടിങ് കാണിക്കുന്ന സുജിത് ശങ്കറിനെയാണ്. പക്ഷെ നല്ല തമിഴ് നല്ലോണം അറിയാൻ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഡബിങ് ആണെന്ന് അറിയത്തില്ല, ഒറിജിനൽ സൗണ്ട് ആണെന്ന് അറിയത്തില്ല. എങ്കിലും ഞാനൊരു കൃത്യമായിട്ടൊരു കാര്യം ഞാൻ പറയാം. അതായത് അന്ന് ഫഹദ് ഫാസിലിന്റെ പടമാണ്. അതായത് ഇടുക്കി ഈ ജില്ലയായിട്ട് ബന്ധപ്പെട്ട് പടത്തിന്റെ പേര് എത്രയും പിടുത്തം കിട്ടുന്നില്ല. എങ്കിലും ഈ മനുഷ്യൻ ആ സിനിമയ്ക്കകത്ത് കുറച്ച് ആ ഒരു വില്ലൻ റോള് തന്നെയാണ്. എങ്കിൽ തന്നെയും വലിയ ഡയലോഗുകളോ അങ്ങനെന്നുള്ള ഒരു ഇതുമില്ല. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് 100% ഉതകുന്ന ഒരു മനുഷ്യന്റെ ഒരു ആക്ടറാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് ഞാൻ അന്നേ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയത്തില്ലല്ലോ, ആ പുതുമുഖമാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമയിൽ ഞാൻ പറഞ്ഞാണ്, മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞാണ്, ഇവൻ എവിടെയെങ്കിലും വന്നെത്തുന്നുള്ളത്. പക്ഷെ ആള് തമിഴ് സിനിമയിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു അതായത് ഒരു ആക്ടറെ സംബന്ധിച്ച് അവന് ആക്ട് ചെയ്യാനുള്ള ഇടം കിട്ടുമെങ്കിൽ മാത്രമേ ഞാൻ പെർഫോമൻസ് ചെയ്ത് വളർന്ന് ഒരു ഫീൽഡ് നിലയുറപ്പിക്കാൻ പറ്റുള്ളൂ. എന്തു തന്നെയായാലും ഇത് ഈ സിനിമയിലൂടെ മിക്കവാറും ഇദ്ദേഹത്തിന്റെ ഒരു വഴിത്തിരിവ് തന്നെ ആയിരിക്കും. അലക്സാണ്ടറൊക്കെ കറക്കി വെക്കുന്നുണ്ട്. തനി നാടൻ പടമാണെന്നാണ് അതിലൂടെ മനസ്സിലാവുന്നത്. ആക്ഷൻ, കോമഡി, ഫാമിലി എന്റർടൈൻമെന്റ് തന്നെയാണെന്നാണ്. മലയാളത്തിൽ അഭിനയിക്കുന്ന അതേ ഒരു രീതി തന്നെയാണെന്നാണ് തോന്നുന്നത്. ജോജു ഏകദേശം സെയിം അതേ വേഷം തന്നെയാണ്. താടിയും മുടിയും പിന്നെ ചെറിയ നരയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരു വലിയൊരു വ്യത്യാസമൊന്നുമില്ല. സാഹസിക ഒരു നാടൻ പെണ്ണായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ ഡബിൾ റോൾ ആണോ അറിയാൻ വയ്യ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒന്നെങ്കിലും ഡബിൾ റോൾ അല്ലെങ്കിൽ ഒരു പഴയ ഒരു കഥ ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും ഈ പടത്തിന്. എന്തായാലും ആക്ടിങ്ങിൽ ഞാനിപ്പോ വിജയ് ഫാനാണെന്നുണ്ടെങ്കിൽ ആക്ടിങ്ങിൽ ഒരു രക്ഷയില്ല. അത് സൂര്യയും വിക്രവും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തോന്നും അറിയില്ല, നമ്മളെ ഒരു ടീനേജ്, നമ്മളെ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ആ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കും ഇന്ന് വിജയെ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടും. വിജയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആക്ടിങ്ങിന്റെ പേരിൽ നമുക്ക് കുറെയൊക്കെ നമ്മളെ പേഴ്സണാലിറ്റി ആയാലും എന്താ പറയാ, നമ്മളൊരു സ്റ്റൈല്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതൊക്കെ കൊണ്ടാണ്. പക്ഷെ ആക്ടിങ്ങിൽ എനിക്ക് വിജയ് അത്ര ഇഷ്ടമല്ല. എങ്കിലും ഒരു എന്റർടൈനർ ആണ്. നമുക്കൊരു ബോറടി പോസിറ്റീവായിട്ടൊരു സിനിമ കാണാൻ പറ്റുന്ന ചെയ്താണ്. തനി തമിഴ്
തമിഴ്നാട് ഗ്രാമങ്ങളിൽ നടക്കുന്ന കഥ തന്നെ. ജന്മിത്തോ ഒക്കെ ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் എന്ത് வர சொல்லு. തന്നെയായാലും വലിയൊരു വിജയം ആയിക്കഴിഞ്ഞാൽ കുറെ നാളായിട്ട് നല്ലൊരു ഹിറ്റ് നേടി കൊടുത്തിട്ട് എന്തായാലും ഒരു നിരാശ വരാറില്ല. സൂര്യക്ക് ഫാൻസ് അസോസിയേഷനൊക്കെ ഉള്ളതാണ് കേരളത്തില്. അവരെ സംബന്ധിച്ച് അവർക്ക് ആഘോഷിക്കാനും എന്റർടൈൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു സിനിമയായി മാറണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ സൂര്യ RX-100 ഒക്കെ എടുത്തിട്ട് കറങ്ങുമല്ലോ. ആക്സിഡന്റ് വല്ലതും ആയിട്ടുള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും കറക്കാനൊക്കെ പറ്റിയ ബൈക്കാണോ അത്? എന്തായാലും എല്ലാവിധ ആശംസകളും. പടം നല്ലൊരു വിജയത്തിലെത്തട്ടെ. ഓക്കെ, ബൈ.